ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ലാസ്റ്റ് ഡേ ഇൻ മുംബൈയാണ്. സോ ഇന്നലെ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് നടന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഒരു കുരുവിനൊന്ന് പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സിറ്റിയിലോട്ട് വന്നതുകൊണ്ട് നമ്മുടെ മുഖത്ത് അവിടെ ഇവിടേക്കായിട്ട് മൊത്തം കുരു വന്നിട്ടുണ്ട്. രണ്ടാമതായി മടുത്തു മക്കളെ, മടുത്തു ചേച്ചി, മടുത്തു. എനിക്ക് വയ്യ, മടുത്തു ഞാൻ ഭയങ്കരമായിട്ട്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഉറക്കമൊന്നും ശരിയാവുന്നില്ല. അത് ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങി, പക്ഷെ എന്നാലും ബാക്കി ഉണ്ടാവുമല്ലോ അതിൻ്റെയൊക്കെ. അപ്പം ഇന്ന് പക്ഷെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലോട്ടും പിന്നെ കുറേ മാതാശ്രീകളുടെ കൂടെയാണ്, അതുകൊണ്ട് കുറേ ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. ഇന്നാണ് ലാസ്റ്റ് ഡേ. നാളെ അതിരാവിലെ അത്ര അതിരാവിലെ അല്ല, തിരിച്ചു പോവാണ് ഞങ്ങൾ. തിരിച്ച് ബാക്ക് ടു അവർ ബേസ്. അതേറ്റ് അവിടെ നിന്ന് നമ്മുടെ സ്വന്തം ബാംഗ്ലൂരിലേക്ക് ഞാൻ പോയൊരു ദിവസം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കാറിലിരുന്ന് ഡ്രൈവൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ചുമ്മാ സാവകാശം. അപ്പോൾ നമ്മളിന്ന് ഒരുങ്ങി എല്ലാവരും, ഞാൻ ഒരു കുർത്തയും ഒരു പലാസോ പോലത്തെ ഒരു സംഭവം ഇട്ടേക്കണം. ഞാൻ കാണിച്ചത് അതിൽ നടക്കട്ടെ, ഞാൻ പ്രസനം കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് കയറി ഇരുന്നതാണ്. ഓക്കെ, നടക്കട്ടെ ഞാനല്ല നമ്മൾ ഇന്ന് ഇട്ടേക്കുന്നത്. ഓക്കേ, കണ്ടില്ലേ ഇവിടെ ബാക്കി മൊത്തം തുണി പാക്ക് ചെയ്യുന്നതിൻ്റെ കേട്ടോ. കാരണം നാളെ രാവിലെ പോകണമല്ലോ, അതുകൊണ്ട് തന്നെ ഫുൾ ഇപ്പം എടുത്ത് വെച്ചേക്കുവാണ് എല്ലാം. അതാകുമ്പോൾ വരുന്ന സമയത്ത് വലിയ ധൃതിയില്ലാണ്ട് സാവകാശം. അറിയാമല്ലോ നമ്മുടെ അമ്മമാരെയൊക്കെ ഒരു ഏക്കർ കണക്കിന് ഒരു 5 ദിവസം മുമ്പ് എന്നെ പാക്ക് ചെയ്ത് വെക്കും തിരിച്ചു പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങൾ വേറെ ഒന്നുമല്ല. എല്ലാവരും അവിടെ ഇരുന്നിട്ടാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും. ഞാൻ പറഞ്ഞില്ല, എനർജി ഉണ്ട്, പക്ഷേ അങ്ങോട്ടേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് എനർജി വരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ, ചെറിയൊരു കുട്ടി പ്രശ്നം. അപ്പം ഇതാണ്. ഓക്കെ, വി ആർ ഗോയിങ് ടു സി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ വീഡിയോ നിരക്കിപ്പോൾ നമുക്ക് അവരെ പോയി കാണിക്കാം. അല്ലെങ്കിൽ അവർ ഓർക്കും എന്താ അവരെ കാണിക്കാത്തെന്നുള്ള രീതിയിൽ. ഓക്കെ, ഹലോ. അവന് നാളെ വന്ന്. ഓ, സുനിതാമ്മ ഫുൾ റോക്കിംഗ് ആണ്. സുനിതാമ്മ ഫുൾ കോഡ് സെറ്റും അങ്ങനെ പല പരിപാടികളായിട്ട് ഫുൾ ചെത്തുമാണ്. ഓക്കെ, ഇവര് സ്റ്റോൾ ദ ഷോ. എല്ലാരും ചിന്നോസിനൊരു മോശമല്ലേ സുനിതാന്റി, അടിപൊളിയായില്ലെങ്കിലേ. അതെ, ഇതാ അടുത്ത ആള്. എല്ലാരും ഉണ്ട്. പക്ഷെ നമ്മളെ ഡാൻസേഴ്സ് എല്ലാരും. നിങ്ങൾ കൊക്കരൊക്കെ കണ്ടായിരുന്നോ? അത് പെട്ട പാടെന്റെ ദൈവമേ, കഷ്ടപ്പാടായിരുന്നു ഡാൻസേഴ്സിനെ പഠിപ്പിക്കാൻ. അതെ, അത് ആ സ്ത്രീയോ, അവിടെ നിന്ന് സംസാരിക്കുന്ന സ്ത്രീയോ, എൻ്റെ അമ്മ. ഒരെണ്ണം കൂടെ വരാണ്ട് കേട്ടോ, ഒരു ഡാൻസും കൂടെ ഉണ്ട്. അത് നമ്മൾ ഇടുന്നതായിരിക്കും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇടുന്നതായിരിക്കും. അപ്പം ഒരെണ്ണം മറ്റേ കൂളിംഗ് ഗ്ലാസ്, ഡാലിയൻ്റെ അല്ലേ കൂളിംഗ് ഗ്ലാസ് ഇട്ടേ, ഓർമ്മയില്ലേ? കണ്ടെന്നാണ് വന്ന് കൂളിംഗ് ഗ്ലാസ്. ഇതാ ഡാലിയൻ്റെ ഫാമിലി. ഇതാണ് ഡാലിയൻ്റെ ഫാമിലി. ഈ സിനിമാ നടൻ പോലെ ഇരിക്കുന്ന അവൻ ഇവിടെ ഉണ്ട്, പക്ഷെ അവൻ മൈൻഡ് ആക്കത്തില്ല നമ്മളെ. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാനാ? കൂളിംഗ് ഗ്ലാസ് എടുത്തില്ല. എനിക്ക് കൂളിംഗ് ഗ്ലാസ് എന്താ പോരെ? ഇവരെ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ട പാട്. ഓ എന്റെ അമ്മോ, മുംബൈയിലൊക്കെയാണല്ലോ നമുക്കൊരു കൂളിംഗ് ഗ്ലാസ്. ദാ വരുന്നേ, ദാ വരുന്നു ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെയാണ്. മറ്റേ നമ്മുടെ പറയില്ലേ, ഓസ്ട്രേലിയൻ അമ്മച്ചി അല്ലെങ്കിൽ അമ്മച്ചി വന്നേക്കെന്നുള്ള കമൻസ് ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ, അടി. അപ്പം ലെറ്റ്സ് ഗോ. മാരൊന്നും വിളിച്ചായിരുന്നോ? ഇവരെ കൊണ്ടുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സ് ഇതിനെക്കാട്ടും ബെറ്ററാ. ഇവരുടെ പൈങ്കിളി. അതെ, ഞാൻ പറയും, ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴത്തേരും കെട്ടിയൻ്റെ ഫോൺ വിളി, എവിടെയാ എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. വയ്യ, ഓക്കെ, വയ്യ. ഇത്രയൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. 5 മിനിറ്റ് കൂടുമ്പോൾ വിളിക്കണ്ട. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആവാൻ വേണമെങ്കിൽ 5 മിനിറ്റ് കൂടുമ്പോൾ വിളിക്കണ്ട. 5 മിനിറ്റ് കൂടുമ്പോൾ വിളിക്കും. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്, പുറത്തേക്ക് എന്തിനാ ഇറങ്ങുന്നത്? നമ്മൾ മുംബൈ സിറ്റി. അമ്മേ, ഗേറ്റ് ഓഫ് ഇന്ത്യ മുഹമ്മദ് റോഡിൽ എന്താ ഷോപ്പിംഗാ? ഓക്കെ, നമ്മുടെ ലാസ്റ്റ്, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഓൾറെഡി പറഞ്ഞ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ലാലല്ലന്നൊക്കെ. അതുകൂടെ കഴിഞ്ഞാൽ എനർജി കുറച്ച് കുറവാണ്, പക്ഷെ ഇവരുടെ എനർജി ഇന്ന് ഭയങ്കര അടിപൊളിയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളാണ് ഇന്ന് വ്ളോഗ് എടുക്കുന്നത്, കേട്ടല്ലോ. ഓ എൻ്റെ ദൈവമേ,
അപ്പൊ ശരി തെണ്ടി നടക്കുമായിരിക്കും ഇങ്ങനെ ഈ ഡ്രസ്സ് ആ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് തെണ്ടി നടക്കുമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. 1.25 മണിക്കൂർ 1 hour 45 minutes. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താ നടക്കറിയാം. ഓക്കെ അങ്ങനെ ഞങ്ങൾ എത്തി മുഹമ്മദ് അലി റോഡ്. എല്ലാം കേൾക്കുന്നുണ്ട് അറിയില്ല. ഭയങ്കര ബഹളം, ട്രാഫിക്കും എല്ലാം പുലിവാലും ഉണ്ട്. കുറച്ചു നേരം വായക്കോട്ടെ ഇട്ടിരുന്നു കുറേ നേരം. പിന്നെ അമ്മയുടെ ഒരു വാട്സപ്പിലെ കോമഡി പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നു. പിന്നെന്താ അത് പറയാൻ കൊള്ളത്തില്ല. പട്ടിയിലായിരുന്നു പറയണ്ട. മൂക്കുത്തി അതൊന്നും പറയല്ലേ, മോശമാണ്. ആ അമ്മ ഇട്ടല്ലേ ഏതായാലും പറഞ്ഞില്ലല്ലോ ഞാൻ പറയാം. ഓക്കെ ഗൈസ്, എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? ഇതന്നെ ഇവരെ ഉണ്ടാക്കുന്നത്. പിടിച്ചോ, കൈ പിടിച്ചോ. കൊള്ളാലോ. കമ്മലാ തന്നെയാണോ അത്? അതൊരു വൈറ്റ്. നല്ല രസമുള്ള കുറേ ജ്വല്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മലും മാലയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് നിൽക്കുകയാണ്, നമ്മൾ നോക്കുവാണ് എന്തെങ്കിലും നല്ലത്. കുറേ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുവാണ് അവർക്കൊക്കെ ഒരു 1-2 മേടിക്കാൻ ഓർക്കും. പക്ഷേ ഏതാ നല്ലത് നോക്കുക. നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ പക്ഷെ ഇതെടുക്കാനാ നല്ലയാ. ഇതെടുക്കാം. കട മൊത്തം മേടിക്കും നമ്മളിപ്പോ. കട മൊത്തം മേടിക്കും. കണ്ടോ ഇത്രയും സാധനങ്ങൾ മേടിച്ചു. എല്ലാം വാരി ഇടുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്ന് എല്ലാം വാരി ഇടുന്നുണ്ട്. അമ്മനെ കൊണ്ട് പുറത്തായി ഇങ്ങനെയാണ്. ഫുൾ വാരി ഇടുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അത് നല്ല രസമാണ്. ഇത് എനിക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ അതും കിട്ടും വയ്ക്കാം. ഓക്കെ കല്യാണമാണ്, എല്ലാവരും വരണം. 2 വർഷത്തിൽ ഞാൻ പറഞ്ഞില്ലേ അമ്മ കൊണ്ടുപോകാന്ന്. ഓക്കെ നല്ലയാണോ? മറ്റും കൂടെ വെക്കുക തലയില് ചിന്നോട്ടാ. ഹായ് നൈസ്. അയ്യോ സോറി കിച്ചൂട്ടാ. നല്ല കമ്മലും കൂടെ വെച്ചേ. നല്ല നൈസ്. വാവ് അടിപൊളി. കട വാങ്ങിച്ച് എന്തൊക്കെ വാങ്ങിയപ്പം? ബെഡ്ഷീറ്റ്. അതെ, മുംബൈ വന്നിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് മേടിക്കും. പക്ഷെ ഇവിടെ ഭയങ്കര പൈസ കുറവായിട്ടോ. ഭയങ്കര പൈസ കുറവാണ് ഇവിടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുകയാണ്. കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ 500 സാധനത്തിന് 2000-2500 രൂപയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നു. ഓക്കെ അതാണ് സംഭവം. ഇത് രണ്ടുപേരും കാണിച്ച്, രണ്ടുപേരും ഒരേപോലത്തെ പേഴ്സ് മേടിച്ചിട്ടുണ്ട്. ഇവർ ട്വിൻസ് എന്ന് പറയുന്നത് വെറുതെ അല്ലാന്ന് മനസ്സിലായില്ലേ. ഇങ്ങനെയാണ് ഇവർ. ഒരേപോലത്തെ സാധനം, ഒരേപോലത്തെ ടീഷർട്ട് എല്ലാം മേടിക്കും. വെറുതെ 250 രൂപയെന്ന്. ഇത് അങ്ങനത്തെ തുണിയാ. എൻ്റെ അമ്മോ,
ആ ഉണ്ട്. എന്താ ഇതില്ലേ? കണ്ണൊക്കെ അടിച്ചു പോന്നു കേസ്. കണ്ണൊക്കെ അടിച്ചു പോകുന്നു ഇതിന്റെ ഇതൊക്കെ കണ്ടിട്ട് നോക്ക്. അങ്ങനെ ഞങ്ങൾ പകുതിയോളം കുടുംബത്തിൽ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ലഞ്ച് എവിടെ പോന്ന? ഫൗണ്ടൻ പ്ലാസ. ഫൗണ്ടൻ പ്ലാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മലയാളി. നമുക്ക് മടുത്തു, നോർത്ത് ഇന്ത്യൻ ഫുഡ് വേണ്ട, നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് മതി. ഇന്നിനി ബിരിയാണി അല്ലേ കഴിക്കാൻ പോകുന്നത്? ആ, അപ്പൊ അതിനുവേണ്ടി ഫൗണ്ടൻ പ്ലാസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പം ടാക്സി പിടിച്ചിട്ട് ഇവിടെ 2 കിലോമീറ്റർ ഉണ്ട്. ടാസ്കി. അപ്പം അത് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ഫുഡ് കഴിച്ച് പിന്നെ ഞങ്ങൾ ഗേറ്റ് വേയിലേക്ക് പോകും. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അമ്മയുടെ ലിപ്സ്റ്റിക് അല്ല ഷെയ്ഡ് അല്ലേ സിന്ധാനിയുടെ നമ്മൾ ഇരിക്കുന്നതാണ്. ഓക്കെ ബാ. യെസ്, അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അതെ, ഞാനും അതായിട്ടേക്കണത്, അമ്മ അതായിട്ടേക്കണത്, സുന്ദരി അതായിട്ട്. സുന്ദരി മിക്സ് ചെയ്തിട്ടേക്കണത്. അപ്പൊ നമുക്ക് പോവാം. സുനിതാനിന്റെ സിസ്റ്ററിലോ തന്ന കേട്ടോ, അമേരിക്കൻ സിസ്റ്ററിലോ. അതെ, ഞങ്ങളെ അമേരിക്കൻ സിസ്റ്ററിനോട് ഞങ്ങൾ ഇനി പറയും ഞങ്ങൾക്ക് കൊണ്ട് തരാനായിട്ട്. പ്രീതയുണ്ട്, പ്രീത. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ സ്വന്തം സുനിലും പ്രീത. അതെ, അതിന്റെ ഇടയിൽ കൂടെ. അപ്പൊ എല്ലാം കേൾക്കുന്നുണ്ടോ ഗൈസ്? അപ്പൊ ഞങ്ങൾ പോട്ടെ, പോയി ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ടാക്സി ഒക്കെ എടുത്ത് കൊള്ളാത്ത കാറിൽ എല്ലാരും കൂടി ഇരിപ്പുണ്ട്. കിച്ചുവിനെ കാണി. കിച്ചു നാണോ? അപ്പൊ ഇവിടുന്ന് 2 കിലോമീറ്റർ അല്ലേ? കമോൺ വാ. അതെ, ആളുകളോർക്ക് എന്ത് പറ്റിയെന്ന്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ടാണ്. ആക്രാന്തം. അങ്ങനെ നമ്മള് ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. ബിരിയാണിയും ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീമും എല്ലാം കഴിച്ചു. ഇനി നമ്മൾ ഗേറ്റ് വേയിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് ഞാൻ പിടിച്ചു അതൊക്കെ ഞാൻ പിടിച്ചു. ബിരിയാണിയൊക്കെ കഴിക്കുന്ന എടുത്തു. പിന്നെ നമ്മളെന്തോ പറഞ്ഞല്ലോ. അപ്പോൾ ഗേറ്റ് വേയിലേക്ക് പോവാണല്ലേ. ഗേറ്റ് വേന്ന് പിന്നെ ഗേറ്റ് വേ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. കാരണം നമുക്ക് ഇന്ന് പോയി റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ ട്രെയിനുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ പോയി ഗേറ്റ് വേയിലേക്ക്. മുംബൈ വന്നു കഴിഞ്ഞാൽ ഗേറ്റ് വേ അട്രാക്ഷൻ ആണല്ലോ. അപ്പോൾ ഗേറ്റ് വേയിലേക്ക് പോകാം. ഓക്കെ, ഗേറ്റ് വേ. അങ്ങനെ നമ്മൾ ഗേറ്റ് വേ എത്തിയേക്കാണ്. ഇതാണ് അപ്പൊ ഗേറ്റ് വേ. ഇങ്ങോട്ട് തിരി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എത്തി. ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുന്നോട്ട് കയറിയപ്പോ ചെക്കിംഗ് ആണെങ്കിൽ ഇവിടെ കയറിയപ്പോ തന്നെ ആൾക്കാരാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് 50 രൂപ എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഗേറ്റ് വേ. എന്നോട് തിരിഞ്ഞ്. ഇത് ന്യൂ താജ്, ഇത് ഓൾഡ് താജ്. ഇവിടെയാണ് പണ്ട് ഭീകരാക്രമണമൊക്കെ നടന്നില്ലേ, ആ സന്ദീപ് ഉണ്ണികൃഷ്ണനൊക്കെ മരിച്ച ആ സമയത്ത്. അതാണ് ഓൾഡ് താജിലായിരുന്നു. ഗേറ്റ് വേ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഓൾഡും ന്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മളിനി എങ്ങോട്ടാ? നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് ടൂറിസ്റ്റ് ഐറ്റംസ് ഒക്കെ കാണിച്ചു. ഇനി എന്താ? ഞങ്ങൾ ഇനി എങ്ങോട്ടാന്ന് അറിയാവോ? കൊളാബ പോവാണ്. കൊളാബയാണ് ശരിക്കും ബോംബെയുടെ സെന്റർ. അവിടെ കൊളാബയിൽ പോയിട്ട് ജസ്റ്റ് അപ്പൊ ഇനി അങ്ങോട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ പണ്ടത്തെ നൊസ്റ്റാൾജിയ ഓർമ്മകൾ. അങ്ങോട്ട് നേവിന്റെ അങ്ങോട്ടാ പോകുന്നത്. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ. ഇവിടുന്നാണ് ബോട്ട് കയറി എലഫൻ്റ കേവ്സിന് പോവാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിലാണ് ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് യാർഡ് ഉള്ളത്. ഷിപ്പുകളെല്ലാം സബ്മറൈൻസ് ഷിപ്പും എല്ലാം വന്ന് കിടക്കുന്നത് ആ ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡ് ഇന്ത്യൻ നേവിയുടെ നേവൽ ബേസും എല്ലാം ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡ് ഇങ്ങനെ കടലിൻ്റെ. വിവരമുള്ള കുട്ടിയാ. ഒന്നുമില്ല, ഇവിടെ കുറച്ചു നേരം ഉണ്ടായിരുന്നതല്ലേ, അപ്പം അറിയാം. കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കന്ന് അങ്ങോട്ട് പോകാൻ 1.5 മണിക്കൂർ ബോട്ടിങ്ങിൽ പോയാൽ എലഫൻ്റ കേവ്സ്. പണ്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് പോയത് എത്ര കുഞ്ഞായിരുന്നു. ഞാൻ 8th എന്തുവായിരുന്നു തോന്നുന്നു. നമ്മളിപ്പോൾ കൊളാബയിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് കുറച്ച് നൊസ്റ്റൊക്കെ അടിക്കട്ടെ അവര്.
അവരുടെ രണ്ടുപേരുടെയും കെട്ടിയവന്മാർ നേവിയിലല്ലായിരുന്നോ? പക്ഷേ ഒരാളുടെ കെട്ടിയവെന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പോയി കുറച്ച് നോസ്റ്റൊക്കെ അടിച്ച് ഭയങ്കര തിരക്കാണ്. ട്രാഫിക്കാണ്. ഇപ്പോൾ ഈ വഴിയിലാണ് ട്രാഫിക് ഇല്ലാത്ത, അവിടെ ഒരു വഴിയിൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഒന്ന് ചാടി പോകുന്നത് ഇങ്ങോട്ടേക്ക്. ഇതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവും. അപ്പോൾ നമുക്ക് കുറച്ച് നോസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഇവിടെ ആണെങ്കിൽ എല്ലാവരും മുറുക്കും വന്നിട്ട് മുറുക്കിയിട്ടാണെങ്കിൽ ഫുൾ റോഡിലാണ് കുപ്പിയിടാം. ഒട്ടും വൃത്തിയില്ല. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഒക്കെ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എല്ലാവരും മുറുക്കി തുപ്പുന്നത്. എന്തായാലും പോവാം. ഈ ലിയോപോൾ കഫേ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കഫേയാണ് കേട്ടോ. കുറേ സിനിമകളിലൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പണ്ടൊരു അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗൺ ഷോട്ട് നടന്നിട്ട് 2 ബുള്ളറ്റിൻ്റെയും ഇപ്പോഴും അവർ മാറ്റാണ്ട് അതേപോലെ വെച്ചിട്ടുണ്ട്. കാരണം അതൊരു മെമ്മറി ആയിട്ട് അവരതുപോലെ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റേ ലിയോപോൾ കഫേ എന്ന് വാങ്ങി കാണിച്ചു കൊടുക്കട്ടെ. എന്തൊക്കെയാ ഇത്? എന്ത് ചീസ് കേക്കാ? ഇത് സ്ട്രോബെറി ചീസ് കേക്ക്. പിന്നെ വേറെന്താ വാങ്ങിയേക്കുന്നത്? സ്ട്രോബെറി ബേക്ക്ഡ് ചീസ് കേക്ക്. അപ്പം അതും കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇവിടെ നിന്ന് ഒരു 1.5 hours ഉണ്ട് ജേർണി. എന്നിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നു, നമ്മൾ കടന്നുറങ്ങുന്നു, എണീക്കുന്നു. പിന്നെ നാളെ നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഇതായിരുന്നു. ഫുൾ ഒരു തെറ്റി നടന്ന് നമ്മൾ ഷോപ്പ് ചെയ്യുമായിരുന്നു, ഓരോന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിരുന്നു. അപ്പൊ എന്തായാലും see you in the next video. We are the tired, we are the dead. ഓക്കെ, എന്താ ഒരെണ്ണം കൂടെ ഉണ്ടോ? 1 minute. ഓ, ഇനിയുണ്ട്. ഇതാ ഇതെന്നാ? സ്ട്രോബെറി ബേക്ക്ഡ്. അപ്പൊ എല്ലാം ഉണ്ട്. സ്ട്രോബെറിയുടെ തന്നെ നിങ്ങളെല്ലാം വാങ്ങിയേ? ചോക്ലേറ്റ് ട്രഫിൾ. ഓക്കെ, അപ്പൊ എല്ലാം തിന്നട്ടെ. See you, bye.